ട്രിപ്പ് ആൻഡ് ട്രക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരിയിലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തലശ്ശേരി കോട്ടയുടെ കാഴ്ചകളാണ്. ഈ കോട്ടമതിലിനുള്ളിൽ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ കോട്ടയ്ക്കുള്ളിലേക്കുള്ള പ്രവേശനം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അതും തീർത്തും സൗജന്യമാണ്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തിയപ്പം വലിയൊരു ആർച്ച് ഗേറ്റ് കാണാം. ഇതിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഓട് പാകിയ കുറച്ച് കെട്ടിടങ്ങളാണ്. പണ്ട് ഇതൊരു ഫാക്ടറി ആയിട്ടാണ് ബ്രിട്ടീഷുകാർ പ്രവർത്തനം ആരംഭിച്ചത്. 1708 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണി കഴിപ്പിച്ച കോട്ടയാണിത്. ഇത് മൊത്തത്തിലൊരു ചതുര ആകൃതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ഇരിക്കുന്ന സാധനം കണ്ടോ? ഇത് പീരങ്കിയാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുമെങ്കിലും ഇത് അതൊന്നുമല്ല. ഇത് ആ കാലത്ത് റോഡ് പണിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു യന്ത്രമാണ്. ഇംഗ്ലണ്ടിലെ പീറ്റർബറോയിൽ ബാർഫോർഡ് ആൻഡ് പെർക്കിൻസ് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിർമ്മിച്ചതാണ് ഈ മെഷീൻ. 1683 ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവട ആവശ്യത്തിനു വേണ്ടി ഒരു പാണ്ഡികശാലയാണ് ഇവിടെ ആരംഭിച്ചത്. പാണ്ഡികശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയർഹൗസ് ഗോഡൌണിനെയൊക്കെയാണ് ഈ പാണ്ഡികശാല എന്ന് പറയുന്നത്. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും മലബാറിലെ പ്രധാനപ്പെട്ട ഒരു യൂറോപ്യൻ കച്ചവട കേന്ദ്രമായിരുന്നു തലശ്ശേരി. ഈ കോട്ടയും പരിസരവുമൊക്കെയായിരുന്നു ഇവരുടെ പ്രധാന കച്ചവട കേന്ദ്രം. ഈ കാണുന്നത് നിലവറയിലേക്കുള്ള ഒരു തുരങ്കമാണ്. ഇത് നേരെ ചെല്ലുന്നത് 2 ഭൂഗർഭ അറകളിലേക്കാണ്. പണ്ട് ബ്രിട്ടീഷ് പടനായകനായ ആർതർ വെല്ലസ്ലി പ്രഭു പഴശ്ശിരാജയെ വധിക്കുവാനുള്ള തീരുമാനങ്ങളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കിയത് ഇത്തരം അറകളിൽ വെച്ചിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളും ധാന്യങ്ങളും ആയുധങ്ങളും മറ്റ് സാമഗ്രികളുമൊക്കെ സൂക്ഷിക്കാനായി പണിതതാണ് ഈ ഭൂമിക്കടിയിലേക്കുള്ള അറകൾ. പിന്നീട് ഇത് കാരാഗൃഹമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഇത് കണ്ടോ? ചെങ്കല്ലുകൊണ്ടാണ് ഈ കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത്. സുർക്കിയും ചുണ്ണാമ്പും ശർക്കരയും മുട്ടയുടെ വെള്ളയും ഒക്കെ കൊണ്ടുള്ള മിശ്രിതത്തിലാണ് ഈ കോട്ട കെട്ടിപ്പടുത്തുയർത്തിയത്. കച്ചവട കേന്ദ്രവും പാണ്ഡികശാലയും ഒക്കെയായി തുടങ്ങിയ ഇവിടം പിന്നീട് ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക കേന്ദ്രവും കാരാഗൃഹവും ഒക്കെ ആക്കി മാറ്റിയെടുത്തു. തുടക്കത്തിൽ 2 ക്യാപ്റ്റന്മാരെയും 400-ലധികം പട്ടാളക്കാരെയുമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നിയമിച്ചിരുന്നത്. നിങ്ങൾ ഈ ചെങ്കൽ ഭിത്തിയുണ്ടോ? ഇതിന് 4 സൈഡിലും വാതിലുകളൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട ആ തുരങ്കത്തിൻ്റെ അറകൾ ഇതിനുള്ളിലായിട്ടാണ് വരുന്നത്. ഇതിനുള്ളിൽ എത്ര നിലകളുണ്ടെന്നോ എന്തൊക്കെയുണ്ടെന്നോ ഒന്നും അറിയില്ല. പണ്ട് ഇത് സന്ദർശകർക്ക് തുറന്നു കൊടുത്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആളുകൾ അത് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയതോടെ അങ്ങോട്ടേക്കുള്ള പ്രവേശനം ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ കയറി ഒന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇനി നമുക്ക് ഈ പടവുകൾ കയറി മുകളിലേക്കൊന്ന് ചെന്ന് നോക്കാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തലശ്ശേരി പട്ടണം കാണാൻ സാധിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറബിക്കടലും കാണാൻ പറ്റും. ഈ കോട്ടയുടെ മതിലിന് മുകളിലൂടെ നമുക്ക് നടക്കുവാൻ സാധിക്കും. ഇതിന് മുകളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് നമുക്ക് കോട്ടയ്ക്കുള്ളിലെയും പുറത്തെയും കാഴ്ചകൾ കാണാൻ സാധിക്കും. ഏകദേശം 10 മീറ്റർ ഉയരത്തിലാണ് ഈ മതിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അപ്പോൾ 10 മീറ്റർ ഉയരത്തിൽ നിന്ന് നമുക്ക് കോട്ടയ്ക്കുൾവശം നല്ല വൃത്തിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി ഈ കോട്ടയുടെ കുറച്ച് ചരിത്രം പറയാം.
ഇവിടെ ആദ്യം കച്ചവടത്തിനെത്തിയത് ഫ്രഞ്ചുകാരാണ്. മാഹിയിലായിരുന്നു ഫ്രഞ്ചുകാരുടെ ഭരണകേന്ദ്രം. ഈ സ്ഥലത്ത് ആദ്യം മൺഭിത്തികൾ കൊണ്ട് കോട്ട നിർമ്മിച്ചതും ഫ്രഞ്ചുകാരാണ്. 1670 ആ ഒരു കാലഘട്ടങ്ങളിലായിരുന്നു അത്. പിന്നീട് കൂടുതൽ കച്ചവട സാധ്യതകളും മറ്റും തേടി ഫ്രഞ്ചുകാർ മാഹിയിലേക്ക് മാറുകയും പിന്നീട് വന്ന ബ്രിട്ടീഷുകാർ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരിൽ നിന്നൊക്കെ സമ്മതം വാങ്ങിക്കൊണ്ട് ഇതേ കോട്ടയിൽ ഒരു വ്യാപാരശാല ആരംഭിക്കുകയും ചെയ്തു. ഇത് കുറുങ്ങോട്ട് നായർ എന്ന നാടുവാഴിക്ക് മുഷിപ്പുണ്ടാക്കുകയും കുറുങ്ങോട്ട് നായരുടെ നേതൃത്വത്തിൽ നായർ പടയാളികൾ ഈ കോട്ട ആക്രമിക്കുകയും ചെയ്തു. കോട്ടയ്ക്കും ബ്രിട്ടീഷുകാർക്കും ആ ആക്രമണത്തിൽ വലിയ നഷ്ടം നേരിടേണ്ടി വന്നു. അതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ ചിറക്കൽ രാജാവിന് പരാതി സമർപ്പിക്കുകയും കൂടുതൽ സുരക്ഷയ്ക്കായി ബലവത്തായ ഒരു കോട്ട നിർമ്മിക്കാനുള്ള അനുവാദം ചോദിക്കുകയും രാജാവ് അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ 1708 ഓഗസ്റ്റ് 20 ഇവിടെ പുതിയൊരു കോട്ട പണിയാൻ നടപടികൾ തുടങ്ങി. അതിനുശേഷമാണ് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ കോട്ട നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് പണിയപ്പെട്ടത്. ഈ കാണുന്ന കോട്ടയ്ക്ക് നടുവിലുള്ള ഒരു ഉദ്യാനമാണ് ഇത്. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ മാർച്ചുകളും പരേഡുകളുമൊക്കെ ഇവിടെ വെച്ചകം നടത്തപ്പെട്ടത്. ഈ കാണുന്ന വഴിയിലൂടെ നടന്നു പോയാൽ കോട്ടയുടെ പിൻവശത്തുള്ള കവാടത്തിലെത്താം. ഈ കാണുന്നതാണ് കോട്ടയുടെ പിൻവശം. ഈ വഴി നേരെ പോയാൽ നമുക്ക് കടൽ തീരത്തെത്താം. ഈ കോട്ടയിൽ നിന്ന് കടലിലേക്കൊരു തുരങ്കം പണിതിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ഒരു ലൈറ്റ് ഹൗസും ഉണ്ട്. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ പണ്ട് ഫാക്ടറികളായിട്ടും വെയർഹൗസുകളുമായിട്ടൊക്കെ ഉപയോഗിച്ചതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഇവിടെ ആദ്യം പ്രവർത്തിച്ചിരുന്നു. ഈ കാണുന്നതാണ് കടലിലേക്കുള്ള തുരങ്കം. കോട്ട ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു രഹസ്യ വഴി. ഇതിൻ്റെ മറ്റേ അറ്റം കടലിലേക്ക് ഓപ്പണാണ്. പഴശ്ശിരാജയും ടിപ്പു സുൽത്താനും ഒക്കെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാന ശത്രുക്കൾ. ഇവരുടെ ആക്രമണം ബ്രിട്ടീഷുകാർക്ക് എന്നും ഒരു തലവേദനയായിരുന്നു. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നത് പഴശ്ശിരാജയായിരുന്നു. അങ്ങനെ പഴശ്ശിരാജയെ വകവരുത്തുവാനുള്ള പല ഗൂഢാലോചനകളും നടന്ന ഒരു കോട്ടയാണ് ഇത്. 1785 കാലത്തുണ്ടല്ലോ, പഴശ്ശിയുമായും ടിപ്പുവുമായും ഒക്കെ പോരടിക്കുന്ന സമയത്ത് ഈ കോട്ടയിൽ ബ്രിട്ടീഷുകാർ ഏറ്റവും വലിയ സൈനിക വിന്യാസം നടത്തി എന്നതും ചരിത്രമാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് വിളക്കുമാടം കാണാനാണ്, അതായത് ലൈറ്റ് ഹൗസ്. ഈ പടവുകൾ കയറി മുകളിലെത്തുമ്പം അവിടെയാണ് ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചിട്ടുള്ളത്. ആ കാണുന്ന ടവറാണ് ലൈറ്റ് ഹൗസ്. പഴശ്ശിരാജയെ പിടിച്ചുകെട്ടുവാൻ വന്ന ബാബറയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അടക്കം ചെയ്തിരിക്കുന്നത് ഈ കോട്ടയുടെ പുറകിലുള്ള പള്ളിക്കടുത്തുള്ള സിമിത്തേരിയിലാണ്. സെൻറ് ജോസഫ് ചർച്ചും നമുക്കവിടെ കാണാം. അതിനും അപ്പുറമാണ് കടൽ. 2 ഏക്കർ സ്ഥലത്ത് മാത്രമാണ് കോട്ട സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഉണ്ടല്ലോ, ഈ കോട്ടയുടെ ചരിത്രം അങ്ങനെ 2 ഏക്കറിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. 1781 ടിപ്പു സുൽത്താൻ്റെ പിതാവായ മൈസൂർ സുൽത്താനായ ഹൈദരാലി കോട്ട പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് 11 വർഷങ്ങൾക്കിപ്പുറം 1792 മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ഈ കോട്ട പിടിച്ചെടുക്കുവാൻ ശ്രമിച്ച ടിപ്പു സുൽത്താനും പരാജയം നേരിടേണ്ടി വരികയും മലബാറിലെ പ്രദേശം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടിയും വന്നു. ഈ കോട്ടയുടെ വളർച്ചയ്ക്കൊപ്പം വികസിച്ചതാണ് തലശ്ശേരി നഗരം. വ്യാപാരത്തിനെത്തിയവർ നാട് പിടിച്ചെടുത്ത് ഭരണം തുടങ്ങിയതും
നാട്ടുകാരെ അടിമകളാക്കിയും കൊന്നും ദ്രോഹിച്ചും കാരാഗൃഹത്തിൽ അടച്ചും ക്രൂരതയുടെയും സഹനങ്ങളുടെയും രോദനങ്ങളുടെയും ഒക്കെ അലമുറകൾ ഏറ്റ ഈ കോട്ടമതിലുകൾ കൊണ്ടല്ലോ നാം അറിയാത്ത എത്രയോ കഥകൾക്കും കാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ജീർണിച്ച ഓർമ്മകളുമായി നിലനിൽക്കുന്ന ഈ കോട്ടയ്ക്ക് ഇപ്പോൾ 317 വർഷത്തെ പഴക്കമുണ്ട്. ഈ നഗരത്തിൻ്റെ പൈതൃക സ്വത്തായി, എല്ലാത്തിനും മൂകസാക്ഷിയായി തലശ്ശേരി പട്ടണത്തെ നോക്കിക്കൊണ്ട് പരമ്പരാഗത പ്രൗഢിയോടും ആഢ്യത്തോടും കൂടി ഈ മുതുമുത്തച്ഛൻ കോട്ട തല ഉയർത്തി അങ്ങനെ നിൽക്കുകയാണ്.